നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് തങ്ങളുടെ അവസാന സന്നാഹ മത്സരം കളിക്കാനിറങ്ങുകയാണ് ഇന്ന് പോർച്ചുഗൽ. വിജയം അങ്ങനെ വളരെ മികച്ച രൂപത്തിൽ വേൾഡ് കപ്പിനെത്തുക, ഇതൊക്കെയാണ് പോർച്ചുഗൽ ലക്ഷ്യമിടുന്നത്. കളിക്ക് മുന്നോടിയായിട്ട് ഇന്ന് അവരുടെ കോച്ച് മാധ്യമങ്ങളെ കണ്ടിരുന്നു. നൈജീരിയക്കെതിരെ ഇന്ന് രാത്രിയാണ് കളി. പുലർച്ചെ, നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ 1:15 എന്ന് പറയേണ്ടി വരും. അപ്പോൾ കളിക്ക് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോച്ച് പറഞ്ഞ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഞങ്ങൾ ഓരോ താരങ്ങൾക്കും ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിന് മിനിറ്റ്സ് കൊടുക്കുക, കൂടുതൽ പ്ലെയിങ് ടൈം കൊടുക്കുക, ആവശ്യമുള്ളവർക്ക് കൂടുതൽ അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സന്നാഹ മത്സരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ മയാമിയിലേക്ക് വേൾഡ് കപ്പിനായിട്ട് പ്ലെയിനിൽ കയറി അവിടെ എത്തുക, ഞങ്ങൾക്ക് ആ കിരീടം ചൂടണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾക്ക് ഒരു സന്നാഹ മത്സരം ഇവിടെ കളിക്കാൻ പറ്റുന്നു. ഞങ്ങളുടെ ആദ്യ എതിരാളികൾ DR കോങ്കോയാണല്ലോ. ഏതാണ്ട് അവരോട് സിമിലാരിറ്റി ഉള്ളൊരു ടീമിനോട് ഇവിടെ കളിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ സന്നാഹ മത്സരത്തിൻ്റെ പ്രാധാന്യം. ഇപ്പോൾ വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഓപ്പണൻസാണ് അവർ. സോ ഇതൊരു ടെസ്റ്റ് എന്ന രൂപത്തിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ മത്സരത്തിനിടയ്ക്ക് ഞങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തും എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് വേണ്ട അത്ര നടത്തും. ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഡിയേഗോ കോസ്റ്റ ഫുൾ 90 മിനിറ്റ്സ് കളിക്കും, ഗോൾ കീപ്പർ ഫുൾ 90 മിനിറ്റ്സ് കളിക്കും, ബാക്കി പ്ലെയേഴ്സിനൊക്കെ സബ്സ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് മിനിറ്റുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി കോച്ച് പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ കളി പോർച്ചുഗീസ് കോച്ച് ഉദ്ദേശിക്കുന്നത് കൂടുതൽ താരങ്ങൾക്ക് പ്ലെയിങ് ടൈം അവസരമൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. ഗോൾ കീപ്പറായിട്ട് ഡിയേഗോ കോസ്റ്റ ഇറങ്ങും, മറ്റു താരങ്ങൾ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏതാണ്ട് എല്ലാവരെയും കളിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ കളി പോർച്ചുഗലും ചിലിയും തമ്മിൽ കളിച്ചിരുന്നല്ലോ, അന്ന് റെഡ് കാർഡ് റാഫേൽ ലിയാവോ വാങ്ങിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് റാഫേൽ ലിയാവോ ഉണ്ടാവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പോർച്ചുഗലിൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈലിനെ കുറിച്ചുള്ള ചോദ്യം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, പോർച്ചുഗലിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ വളരെ സിമ്പിളാണ്, ഒരു കൂട്ടം ടാലൻറ്റഡ് പ്ലേയേഴ്സാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ട്രക്ചറും ബാലൻസും ഒക്കെ നിലനിർത്താനുള്ള ടാലൻറ്റ് ഞങ്ങൾക്കുണ്ട്, അത് വെച്ച് ഞങ്ങൾക്ക് വിജയിക്കുകയാണ് വേണ്ടത്. സോ കൃത്യമായ താരങ്ങൾ, നമ്പേഴ്സ് നിങ്ങൾക്ക് കളി നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. സോ പിന്നെ ടാക്ടിക്കൽ സൈഡാണല്ലോ നോക്കേണ്ടത്. ഗെയിം സ്ട്രാറ്റജി ടാക്ടിക്കൽ സൈഡ്, ഇതൊക്കെ ഗെയിമിനനുസരിച്ച് മാറും. അവർ ഐഡിയ ഈസ് ടു ഹാവ് ടാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റി. കളിക്കനുസരിച്ച് ടാക്ടിക്കലി മാറ്റങ്ങൾ വരുത്തി കളിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.